തൃശ്ശൂർ രീതിയിൽ തന്നെയാണോ അതോ തൃശ്ശൂർ രീതിയല്ല? കാരണം ഓരോ സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ആ അപ്പൊ ഇത് വെറൈറ്റി ആയിട്ടുണ്ടോ ഇത്? ഉണ്ടല്ലേ? ആ അങ്ങനെ നീളത്തിൽ എടുക്കണം ഇത്. ഇടാൻ പറ്റത്തില്ലേ? എനിക്ക് പറഞ്ഞാലോ ആ ഇടും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻ സെറ്റ്സാം വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ഓണമാണ് കേട്ടോ. തിരുവോണമൊക്കെ കഴിഞ്ഞ് ഇന്ന് 5ാം ഓണമാണ്. ഇന്നാണ് ആറന്മുള കളി നടക്കുന്നത്, ആറന്മുള വള്ളംകളി. ഓക്കെ, അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടില് 5ാം ഓണത്തിന്റെ സദ്യയാണ്. ഓക്കെ, അപ്പം നമ്മളിന്ന് സദ്യയായിട്ടല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബിരിയാണി വെക്കുകയാണ്. ഓക്കെ, ഈ 4 ദിവസവും സദ്യയായിരുന്നു കഴിച്ചത്. അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ഇന്ന് ബിരിയാണിയാണ് വെക്കുന്നത്. എല്ലാ മനുഷ്യൻ എന്റെ അളിയനും പെങ്ങളോട് വരുന്നുണ്ട്. അപ്പം അടിച്ചു പൊളിക്കാം. എല്ലാവരും കാണുക, ഫുൾ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. തിരുവോണമൊക്കെ നമ്മുടെ അങ്കിളിന് വീട്ടിലാണ് നടത്തിയത്. അവിടെ ആയിരുന്നു നമുക്ക് ഊണും കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തിരുവോണ സദ്യ വിളമ്പി തുടങ്ങി. ആദ്യം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കാണ് വിളമ്പിയത്. കുഞ്ഞുങ്ങളുടെ സന്തോഷം കണ്ടോ, ആമയുടെ സന്തോഷം കണ്ടോ, ചിരി കണ്ടോ. അപ്പൂനും ആമിക്കൊക്കെ ആദ്യമേ വിളമ്പി, അതിനുശേഷം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സദ്യയിൽ ഒരു ഫിഷ് ഫ്രൈയും കൂടെ വെച്ചിട്ടുണ്ട്. അത് വെറൈറ്റി ആയിരുന്നു. ഇപ്പം എല്ലായിടത്തും മീൻ അല്ലെങ്കിൽ ചിക്കന് ബീഫ് വെക്കാറുണ്ട്. ആദം കഴിക്കാന്നോ എന്നാ കഴിക്ക. ആ ആദം ജിഗീഷ് എടുത്തേ. നമ്മള് വീഡിയോ എടുക്കും. അങ്ങനെ നീളത്തിൽ എടുക്കണം ഇത്. ഇടാൻ പറ്റത്തില്ലേ? എനിക്ക് പറഞ്ഞാലോ ഇടും. പച്ച നല്ല കുത്തേരി പായസം. സദ്യ കഴിഞ്ഞാൽ ഒരു പായസം കൂടി നിർബന്ധമാണ്. പച്ചനെല്ല് കുത്തിയ അരി കൊണ്ടുണ്ടാക്കിയ പായസം. അപ്പം ഓരോ ദിവസവും ഓരോടത്തായിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പം വീഡിയോ ഫുള്ള് കാണുക. ആദ്യം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ അടുപ്പ് എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ആദ്യം കൊണ്ട് വെച്ചു കൊടുക്കുകയാണ്, വിറക് വെച്ചു കൊടുക്കുകയാണ് ചുറ്റിനായിട്ട്. നമുക്കതിലോട്ട് കർപ്പൂരം ഇട്ട് കൊടുക്കാം. കർപ്പൂരം നമ്മളിപ്പം കർപ്പൂരം കത്തിച്ചു. വിറക് കത്തി പിടിക്കട്ടെ. അതിന് ശേഷം നമുക്ക് അണ്ടാവ് വെച്ചു കൊടുക്കാം. നമുക്കിതിന് മേളിലോട്ട് അണ്ടാവ് വെച്ചു കൊടുക്കാം. ഇതിലോട്ട് 2 സ്പൂണ് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അരി ഒട്ടായിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്കിതിലോട്ട് ഗ്രാമ്പു, പട്ട, ഏലക്ക, തക്കോലം എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് തന്നെ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുരുമുളകും തക്കോലം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കൂടെ ചിന്നും ഷാനിയും ഉണ്ട്. അവർ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അരി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ റൈസ് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കിന് അരി വാർക്കേണ്ട സമയമായപ്പോഴത്തേനും ചേച്ചിയും വന്നു.
നല്ല ഹെൽപ്പായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ ചേർന്ന് അരിയെല്ലാം ഊറ്റിയാണ് വെള്ളം മാറ്റുവാണ് അതിരിക്കുന്നത്. നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയി കേട്ടോ. അത് മസാലകളൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യമേ അണ്ട വെച്ച് അതിലോട്ട് നമ്മൾ നെയ്യ് ഒഴിക്കുകയാണ്. നമ്മൾ ഇനി റൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ റൈസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് മേലോട്ട് നമ്മൾ ക്യാരറ്റും ബീൻസും കൂടെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതിന് മേളിലോട്ട് നമ്മൾ സവാള നല്ല ഫ്രൈ ചെയ്തത് അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് മേലോട്ട് നമ്മൾ പുതിനയിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുകയാണ്. നമുക്ക് ഇതിലോട്ട് പൈനാപ്പിളിന്റെ എസൻസ് കൂടെ ഒഴിച്ചു. അതിന് മേലോട്ട് നമ്മൾ നെക്സ്റ്റ് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗൾഫുകാരനാ ഗൾഫുകാരൻ. ചെയ്യാൻ പോകുന്നത് ഞങ്ങളെ ദുബായിക്കാരനാണ് മിസ്റ്റർ റോബിൻ അലിയൻ. ഇനി ഇത്ര പറഞ്ഞ സീനോട് ഇന്റർവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ സീനൊക്കെ ഒരു വിഷമമായി പോകും. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സീന കുട്ടിയാണ് ആൻഡ് ഹർ ഹസ്ബൻഡ് അരുൺ ഫ്രോം ഒമാൻ ബഹ്റൈൻ. ഇതാണ് ഞങ്ങളുടെ ഡേവിഡു, അതാണ് നമ്മുടെ സിജോയുടെ പപ്പ അങ്കിൾ, അതാണ് നമ്മുടെ അച്ചു. അപ്പൊ നമ്മള് എല്ലാം സെറ്റ് ചെയ്താണ്, ബിരിയാണിക്കുള്ളതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിന് മേലോട്ട് മൂടി അടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മുടെ ജോഷ്മി ചേച്ചിയാണ് മൂടിയൊക്കെ അടച്ച് സെറ്റ് ചെയ്ത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിലോട്ട് മേലോട്ട് ഒരു വെയിറ്റും കൊണ്ട് വെക്കാം. ബിരിയാണി ചെമ്പ് തുറക്കാൻ വേണ്ടി വേണം പോകണം. ഉണ്ടോ എന്ത് ഭംഗി. എന്റെ പേപ്പറിലോട്ട് അങ്ങനെയല്ല, തിരിച്ച് അങ്ങോട്ട് ഇനി അങ്ങോട്ട് നോക്ക്. ഒരു ഫോട്ടോ എടുത്ത് എങ്ങനെ ചിക്കൻ പീസ് മിസ്സിംഗ് ആണെന്ന് നോക്കിക്കോ. അതെ അതിനുള്ളിൽ കയറുക. അയ്യോ അയ്യോ VIP എൻട്രി. ചോറിന് ഉപ്പിട്ട് ആണായിരുന്നല്ലേ? അവിടെ എങ്ങനെയാണ്? തൃശ്ശൂർ രീതിയിൽ തന്നെയാണോ അതോ? തൃശ്ശൂർ രീതിയല്ല, കാരണം ഓരോ സ്ഥലത്തിലും പ്രത്യേകതയുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് വെറൈറ്റി ആയിട്ടുണ്ടോ ഇത്? ഉണ്ടല്ലേ? അവിടെ ഒരുപാട് വ്യത്യാസമായില്ലേ? ഓരോ ബിരിയാണിക്കും വ്യത്യാസമുണ്ട്. തൃശ്ശൂർ ബിരിയാണി വ്യത്യാസമുണ്ട്, കോഴിക്കോട് ബിരിയാണി വ്യത്യാസമുണ്ട്, കണ്ണൂർ ബിരിയാണി വ്യത്യാസമുണ്ട്, കോഴിക്കോട് ബിരിയാണി ഭയങ്കര വ്യത്യാസം. സീനയ്ക്കോ പറയടേ ഒന്ന്. നല്ല അല്ലേ? ഓക്കെ. മുന്നേറാൻ നേരിൻ പാതതിലെത്തുതരും ഓത്തിരാമൻ തുരത്തിൽ നമ്മുടെ ഗുരുനാടൻ ജോലിയും ഒരു നന്മകളിലും സ്നേഹാശംസകളർപ്പിക്കാം. ഓത്തിരാമൻ തുരത്തിൽ നമ്മുടെ ഗുരുനാടൻ നന്മകളെന്നും നേർന്നിടാം സ്നേഹാശംസകളർപ്പിക്കാം. ഇവിടെ നിന്ന് പോയി
എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തെള്ളി മറിക്കുകയാണ്. എന്തോന്നറിയത്തില്ല, എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തെള്ളി മറിക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ ഇന്ന് ഉത്രട്ടാതി ആയിരുന്നു കേട്ടോ, 5ാം ഓണം. അപ്പൊ ഇന്ന് നമ്മളിപ്പം എല്ലാരും ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ അരുണളിയനുണ്ട്, സീനയുണ്ട്, അങ്ങേ അറ്റത്ത് നമ്മുടെ റോബിനളിയനുണ്ട്. ഇവര് തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. ഓക്കെ, അപ്പം എല്ലാരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. വെറൈറ്റി വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പം പുതിയ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. ബുധനാഴ്ച.